ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. പുതിയൊരു സൺഡേ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഒരു ജുമുക്കയുടെ കളക്ഷൻ നമുക്ക് കാണാം അല്ലേ. ഒത്തിരി ക്യൂട്ടായിട്ടുള്ള ജുമുക്കയാണ്. ഇത് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല, വീഡിയോയിൽ കമൻറ്റ് ഇടണേ നിങ്ങൾ. ഇത് ഇങ്ങനെ കുലിക്കുമ്പോൾ കണ്ടോ നല്ല സൗണ്ട് കേൾക്കുന്നത്, നല്ല ക്യൂട്ടായിട്ടുള്ള ജുമുക്കയാണ്. ഇത് ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ടും. നമ്മുടെ ഗോൾഡിൽ വരുന്ന അതേ ഫിനിഷിങ്ങിൽ കുഞ്ഞ് നല്ല സ്മോൾ ആയിട്ടും നല്ല ഭംഗിക്ക് വർക്കും കൊടുത്തിരിക്കുന്നതാണ്. നോക്കിക്കേ, നമുക്ക് സ്റ്റഡ് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ ഇടാം. ഇത് മാത്രമായിട്ട് നമ്മുടെ അടുത്ത് വേറെ ഉണ്ടെങ്കിൽ ഗോൾഡിൻ്റെ ഉണ്ടെങ്കിൽ അതും പെയർ ചെയ്തിട്ട് ഇടാം. നമുക്ക് അങ്ങനെ മാറി മാറി ഇടാം കേട്ടോ. ഇത് അപ്പോൾ 500 എബോ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ക്രിസ്മസ് വരെ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫ്രീ ഷിപ്പിംഗ് എടുക്കാനായിട്ട് നോക്കുക. അതുകൂടാതെ കമൻസ് ഇടുന്ന 2 പേർക്ക് നമ്മൾ ന്യൂ ഇയറിന് സമ്മാനം കൊടുക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് സമ്മാനങ്ങൾ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാരും മറക്കരുത്. അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിൻ്റെ കാര്യം മറക്കരുത്. ഇപ്പോൾ ക്രിസ്മസ് വരെ ഏകദേശം 4-5 ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും മേടിക്കുക, ഫ്രീ ഷിപ്പിംഗ് എടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ആദ്യത്തെ ഐറ്റം എന്ന് പറയണത്. അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ കണ്ടില്ലേ, താഴെ ഒരു കുഞ്ഞു കുഞ്ഞു പൊട്ട് പോലെയുള്ള ഗോൾഡിൻ്റെ ഡിസൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കൈ നിൽക്കുന്നില്ല കേട്ടോ, ഒത്തിരി ഭംഗിയുള്ള കളക്ഷനാണ്. അപ്പോൾ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അടുത്തത് നമ്മുടെ ഷോർട്ട് ചെയിൻസിൽ വന്നിട്ട് നല്ല ക്യൂട്ടായിട്ട് വരുന്ന ഒരു പെൻറ്റൻറ്റ് ചെയിനും കൂടി നമുക്ക് കണ്ടാലോ. ഇതാണ് കേട്ടോ ആ പെൻറ്റൻ വരുന്നത്. നല്ല ഒറ്റ സ്റ്റോണിൽ വരുന്ന പെൻറ്റൻ്റ് ആണ്. സിമ്പിളാണ്, നല്ല ഭംഗിയാണ് കേട്ടോ. അതേ കളർ ബ്ലൂവും കൂടിയാണ്. ഒത്തിരി കസ്റ്റമേഴ്സിന് ഇഷ്ടമാണ് ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഇതാ അതിൻ്റെ വരുന്ന ചെയിനാണ്. ചെയിൻ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ചെയിന് 6 പിടിയുടെ ചെയിനാണ്. ബാക്കിൽ കൊളുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഊരിയായാലും കുട്ടികൾക്കായാലും ഇട്ട് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഗോൾഡ് വിൽക്കുന്ന വിലയ്ക്ക് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പേടിയുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാമേ. നമുക്ക് വലിയവർക്കായാലും ഇടാം കേട്ടോ. ഇത് 6 പിടിയുടെ ചെയിനാണ് കേട്ടോ. അതിൻ്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, ഈ ഫോണിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ലേ. ഇതേ ഒത്തിരി ഭംഗിയാട്ടോ. നമുക്ക് ഇതിൻ്റെ ലോക്കറ്റ്സ് ഇത് വേണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വേറെ ലോക്കറ്റ്സ് ഉണ്ടെങ്കിൽ ആ ലോക്കറ്റും കൂടി ഇടാം കേട്ടോ. ഒത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കൊണ്ടുവരുന്നത്. 290 അത്രയേ ഉള്ളൂ കേട്ടോ. ലോക്കറ്റ് വിത്ത് ചെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് സെയിം ഹാർട്ടിന്റെ ഷേപ്പിൽ വരുന്നതുണ്ട്. സെയിം ചെയിൻ വിത്ത് ഹാർട്ടിന്റെ ലോക്കറ്റ് ആണ് വരുന്നത്. ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഈ ഹാർട്ടിന്റെ ലോക്കറ്റ് വെച്ചിട്ടുള്ള ചെയിൻസ്. അപ്പോൾ അതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതേ കണ്ടോ, അതിലൊരു നല്ലൊരു ഷൈനിങ്ങും കൂടി ഉണ്ട്. നല്ല ഷൈനിങ് ഉള്ള ഹാർട്ടാട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള ഹാർട്ടല്ല, നല്ല ഷൈനിങ് വരുന്ന ഒരു ഹാർട്ടാണ് കേട്ടോ. നല്ല ഗോൾഡിന്റെ തന്നെ ഒരു ഗ്ലേസിങ്ങും ഷൈനിങ്ങും വരുന്ന ഹാർട്ടാണ്. അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 270 അത്രയേ ഉള്ളൂ. നല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പർച്ചേസ് ചെയ്തോളൂ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഐറ്റം വരുന്നത്. ഒത്തിരി ഭംഗിയില്ലേ. നമുക്ക് കുറച്ച് റൂബി സ്റ്റോൺ വെച്ച് വളകൾ കണ്ടാലോ. ഒത്തിരി കസ്റ്റമേഴ്സിന് ഇഷ്ടമാട്ടോ റൂബി സ്റ്റോൺ വെച്ച് വളകൾ എന്നും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ 26 കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് റൂബി സ്റ്റോൺ ആണ്. അതിൻ്റെ പാറ്റേണും ഡിസൈനും കണ്ടോ, ഒത്തിരി ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ. ഗോൾഡ് അല്ലാന്ന് നമുക്ക് ആർക്കും പറയാനായിട്ട് പറ്റില്ല. അത്രയ്ക്ക് നല്ല ഫിനിഷിങ്ങും നല്ല വർക്കുമാണ് വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ 3 സ്റ്റോൺസ് വെച്ച് അങ്ങനെ അടുപ്പിച്ചാണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എത്ര സ്റ്റോൺസ് ആണെന്നുണ്ട്, ചുറ്റും സ്റ്റോൺസ് തന്നെയാണ് കേട്ടോ. റൂബിയുടെ അങ്ങനെ വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണ്. കണ്ടില്ലേ, നമുക്ക് ഫംഗ്ഷൻ വെയർസിനും എല്ലാത്തിനും ഇടാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള പാറ്റേൺ തന്നെയാണ് നമ്മൾ നോക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ 26 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്ത് നോക്കുക. നല്ല കിടിലൻ ഐറ്റമാണ്. അതിൻ്റെ ഇടയിൽ വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് നമ്മുടെ മണിമാലയുടെ രൂപത്തിൽ വരുന്ന കുഞ്ഞു കുഞ്ഞു മുത്താണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഒത്തിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ അല്ലേ. ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അല്ലെങ്കിൽ സ്റ്റോൺ വെച്ച വളകൾക്ക് എന്ന് പറയുന്നത് ഒത്തിരി റേറ്റ് തന്നെയാണ് കേട്ടോ. അതും നമ്മൾ എന്നിട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്, വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത്. 280 ആണ് ഒരു പീസിന്. നമ്മൾ എപ്പോഴും എഴുതുന്ന പീസ് റേറ്റ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വിലയാണ് നമ്മൾ എഴുതുന്നത്. 280 കേട്ടോ. 280 ആണ് വരുന്നത്. കണ്ടില്ലേ, ഒത്തിരി ഭംഗിയാണ് കേട്ടോ. 6 പിടിയുടെ ചെയിന് വരുമ്പോൾ കഴുത്തിലിടുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കാണ് കേട്ടോ കിട്ടുക എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ് ലുക്കാണ് വരുന്നത്. ഒത്തിരി രസമുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. അടുത്തത് 8 പിരീഡ് നമ്മുടെ പേസ്റ്റൽ ബ്ലൂല് കളറിൽ വരുന്ന ചെയിനാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ കിട്ടുന്നത് വളരെ റെയർ ആണ് കേട്ടോ. വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ കിട്ടുമ്പോൾ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുക കേട്ടോ. കൊളുത്ത് കണ്ടോ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കൊളുത്താണ്. ഇതിൽ കണ്ടോ 3 പേസ്റ്റൽ ബ്ലൂവിൻ്റെ മുത്ത്. അങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ കംപ്ലീറ്റ് പാറ്റേൺ വരുന്നത്. ഒത്തിരി ഭംഗിയുള്ളതാണ്. എല്ലാം ഗോൾഡ് പ്ലേറ്റഡിലാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് കൈ കിട്ടുമ്പോൾ മനസ്സിലാവാൻ പറ്റും. ഒത്തിരി ഭംഗിയാണ്, ഗോൾഡിനെ പോലെ തന്നെ ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.
നല്ല ഭംഗിയില്ലേ, നല്ല ഡിസൈനും 3 ഗോൾഡിന്റെ മുത്തും അതേപോലെ തന്നെ 3 ബ്ലൂ കളർ മുത്തും. ലൈറ്റ് ബ്ലൂ ആണ് കേട്ടോ. ഇതിൽ കാണുന്ന അത്രയും ഡാർക്ക് പോലും അല്ല, കുറച്ചും കൂടി ലൈറ്റ് കളറാണ്. നല്ല പർച്ചേസ് ചെയ്തോളൂ. ഫ്രീ ഷിപ്പിംഗ് എല്ലാവരും യൂസ് ചെയ്യണം കേട്ടോ. ഇടുമ്പോൾ ഇങ്ങനെ ഒരു ലുക്കാണ് കേട്ടോ. ഒരു കംപ്ലീറ്റ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ, 3 ഗോൾഡിന്റെ മുത്തും 3 അതേപോലെ ലൈറ്റ് ബ്ലൂ അല്ലെങ്കിൽ പേസ്റ്റൽ ബ്ലൂവിന്റെ മുത്തും കൂടിയാണ് കേട്ടോ വരുന്നത്. ഇങ്ങനത്തെ ഒരു ലുക്കായിരിക്കേ. ഇതേ പാദസരം നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള മോഡൽസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി മോഡൽസ് നമ്മുടെ അവൈലബിൾ ആണ്. അതെ, ഇങ്ങനത്തെ മോഡലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് എത്ര സ്റ്റോക്ക് ചെയ്താലും വീണ്ടും വീണ്ടും ആൾക്കാർ ഒത്തിരി പേര് ചോദിക്കുന്നതാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള മോഡൽ. അതാകുമ്പോൾ എല്ലാ ഏജുകാർക്കും ഇടാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മെഷർമെന്റ് ജസ്റ്റ് ഒന്ന് ഞാൻ വേഗം ഓടിച്ച് കാണിക്കാമേ. ഇത് 2 പാദസരമാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് അതിന്ന് ഒരു പാദസരം മാത്രം ഊരിയെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മെഷർ ചെയ്ത് കാണിക്കാമേ. അപ്പൊ നമ്മൾ നമ്മുടെ സൈസിലുള്ള ഒരു പാദസരം എടുക്കുക. നമ്മൾ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന പാദസരമായാലും അത് ഊരിയിട്ട് അത് ഒരെണ്ണം മാത്രമായിട്ട് എടുക്കുക. ജസ്റ്റ് എന്നിട്ട് ഞാൻ സ്കെയിൽ എടുക്കുകയാണ്. ജസ്റ്റ് എന്നിട്ട് മെഷർ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ പാദസരത്തിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത്. ഇത് കണ്ടോ, 25 സെന്റിമീറ്റർ ആണ് വരുന്നത് ഇത്. അപ്പോൾ ഇതാണ് കേട്ടോ 25 സെന്റിമീറ്റർ ആണ് ഈ പാദസരത്തിന്റെ മെഷർമെന്റ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ നമ്മൾ പാദസരത്തിന്റെ മെഷർമെന്റ് ജസ്റ്റ് ഒന്ന് അളക്കേണ്ടത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഒരറ്റം തൊട്ട് ഒരറ്റം വരെയുള്ള ഒറ്റ പാദസരത്തിന്റെ മാത്രം നമ്മൾ മെഷർ ചെയ്ത് അയക്കുക. അപ്പൊ നിങ്ങളുടെ പാദസരത്തിന്റെ മെഷർമെന്റ് എന്താണോ അത് ഇങ്ങനെയാണ് അളന്ന് നമുക്ക് അയക്കേണ്ടത് കേട്ടോ. അതെ, അടുത്തതായി നമ്മൾ കാണിക്കുന്ന സൂഫി മോതിരങ്ങളിൽ ഇടുമ്പോഴുള്ള ലുക്കാണ് കേട്ടോ. ഇതിപ്പോ ഞാൻ അഡ്ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് അഡ്ജസ്റ്റബിൾ ഓപ്പൺ റിംഗ് ആണ്. അപ്പൊ എല്ലാ സൈസുകാർക്കും ഇടാം. അപ്പോൾ ഇതിന്റെ ബ്ലാക്ക്, റെഡ്, ബ്ലൂ നമ്മുടെ അവൈലബിൾ ആണ്. ഒത്തിരി ഭംഗിയാണ്. ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, റെഡ് മാത്രമായിട്ട് ഇടുമ്പോൾ കണ്ടോ, ഇത് ഞാനിപ്പോൾ ലൂസ് ആയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും പ്രസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെയാണ് കേട്ടോ ലുക്ക് വരിക. നല്ല ഭംഗിയില്ലേ. പിന്നെ നമ്മുടെ വേറെ മോതിരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതും ഇടാനായിട്ട് സാധിക്കും. ഇത് ഓപ്പൺ റിംഗ്സ് ആണ് വരുന്നത്. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഭാഗം കണ്ടോ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇങ്ങനെ നമുക്ക് വലിച്ച് ഇങ്ങനെ ജസ്റ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നമ്മുടെ സൈസിനനുസരിച്ച്. അപ്പൊ റെഡ്, ബ്ലൂ അതേപോലെ തന്നെ ബ്ലാക്ക് കേട്ടോ. ഈ 3 കളേഴ്സിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. ഒറ്റ സ്റ്റോൺ ആകുമ്പോൾ നമുക്ക് ഇത് എല്ലാ കളേഴ്സിന്റെയും കൂടി പെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അടുത്തൊരു പേസ്റ്റൽ ഷെയ്ഡിൽ വരുന്ന ഒരു ഇയറിംഗ്സ് കാണിച്ചോട്ടെ. അതും ലൈറ്റ് ഗ്രീനിന്റെ പേസ്റ്റൽ ഷെയ്ഡും അതേപോലെ തന്നെ വൈറ്റിന്റെ സ്റ്റോൺസും മേഡി സ്റ്റോൺസും കൂടി വന്നിട്ടുള്ളതാണ്. ഒത്തിരി ഭംഗിയുള്ള കളക്ഷനാണ്. അതിന്റെ ഷൈനിങ് ഒക്കെ കണ്ടില്ലേ നിങ്ങൾ, നല്ല ഡിസൈൻ ആണ് കേട്ടോ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കും കൂടിയാണ് നമുക്ക് തോന്നുക. നല്ല പാർട്ടി വെയറും കണ്ടോ. ബാക്കിലെ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 8 പിടിയുടെ മണിമാല നമ്മൾ റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി എൻക്വയറീസ് വരുന്ന ഒരു ഐറ്റം ആണ് ഈ മണിമാല എന്ന് പറയുന്നത്. അപ്പൊ അത് ഇപ്രാവശ്യം നമ്മൾ 8 പിടിയിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ 10 പിടിയിലും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. 10 പിടിയുടെയും കൂടി ഞാൻ കാണിച്ചു തരട്ടെ. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. 10 പിടിയുടെ ഇങ്ങനെയാണ് കേട്ടോ വരിക. ഞാൻ ജസ്റ്റ് ഒന്ന് ലുക്ക് ഒന്ന് ഇട്ട് കാണിച്ചു തന്നേക്കാം നിങ്ങൾക്ക്. ഇതാണ് കേട്ടോ 10 പിടിയുടെ എന്ന് പറയുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പൊ 8 പിടി എന്ന് പറയുമ്പോൾ 24 ഇഞ്ചാണ്. 10 പിടിയുമ്പോൾ അതിനേക്കാൾ ഇറക്കമുണ്ട്. അപ്പൊ നമ്മൾ ഇത്തിരി വണ്ണവും ഒരുപാട് ഹൈറ്റും ഒക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടി നീളമുള്ള മാല വേണമെന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് 10 പിടി ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത്തിരി ഭംഗിയാണ് കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് നല്ല സിമ്പിൾ ആൻഡ് എലഗന്റ് ലുക്കും കൂടിയാണ്. ഇതാണ് കേട്ടോ 8 പിടിയുടെയും 10 പിടിയുടെയും വ്യത്യാസം വരുന്നത്. കണ്ടോ 10 പിടി എത്ര ലോങ് ആണെന്ന്. 8 പിടി കണ്ടില്ലേ, 8 പിടി ഇങ്ങനെയാണ് കേട്ടോ വരിക. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. ഇതിന്റെ ഫുൾ ലുക്ക് ഇങ്ങനെയായിരിക്കും നമ്മൾ കഴുത്തിൽ വെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുക. അടുത്തത് പേളിന്റെ തന്നെ നമുക്ക് സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഐറ്റമാണ്. പേളിന്റെയും കോറലിന്റെയും കൂടി കോംബോ ആയിട്ട് വരുന്നതാണ്. അത് ഒത്തിരി ഭംഗിയാണ് കളക്ഷൻ കാണാനായിട്ട്. അതും ഇമിറ്റേഷൻ ഗോൾഡിലാണ് നമ്മൾ ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. ഗോൾഡ് പ്ലേറ്റഡ് ആണ്. ബാക്കിൽ കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിന്റെ ലുക്കാണ് ഞാൻ ആദ്യമേ കാണിക്കുന്നത് കേട്ടോ. ഷോർട്ട് ചെയിൻ ആണ്. നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് ലുക്കാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് പറഞ്ഞാൽ ഒത്തിരി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലുക്കും കൂടിയാണ്. ക്രീം പേളാണ് വരുന്നത്. ക്രീം പേളിന്റെ 3 മുത്ത്, അതേപോലെ ഒരു കോറലിന്റെ ബീഡ്സ്, അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്രിസ്മസിന് ആപ്റ്റും കൂടിയാണ്. ഇതേ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇമിറ്റേഷൻ ഗോൾഡിലാണ്. നല്ല പ്ലേറ്റഡ് ആണ് കേട്ടോ.
നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഐറ്റംസ് ആണ്. നിങ്ങൾക്ക് ഗോൾഡിനോട് വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൂസ് ചെയ്യാം. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ട് കഴുത്തിൽ നല്ല സ്റ്റാൻഡേർഡ് ലുക്കിൽ കിടന്നോളും. നമുക്ക് ചുരിദാസിന്റെ കൂടെ ആയാലും അതേപോലെ സാരീസിന്റെ കൂടെ ആയാലും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് അമ്മമാരൊക്കെ പ്രായം ചെന്നവരുണ്ടെങ്കിൽ അവർക്കായാലും ഗിഫ്റ്റ് ചെയ്യാട്ടോ, ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് എന്ന രീതിയിലേക്ക് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നതിന് വളരെ അഫോർഡബിൾ റേറ്റ് ആണ്, 750 ഉള്ളൂ. നല്ല അഫോർഡബിൾ പ്രൈസ് ആട്ടോ. അപ്പോൾ ആരും പർച്ചേസ് ചെയ്യാൻ മറക്കരുത്. ഇത് ലക്ഷ്മിയുടെ കാശിന്റെ ആണ്. അത് 2 കാശ് വെച്ചിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. താഴെ ഉണ്ടോ ഒരൊറ്റ ഗുങ്കുരു ആണ് വന്നിരിക്കുന്നത്. മേളിൽ കണ്ടോ ഗ്രീൻ ആൻഡ് റൂബി സ്റ്റോൺസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിലെ സ്ക്രൂസ് ആണ് വന്നിരിക്കുന്നത്. ഇതാ നല്ല ഫംഗ്ഷൻ വേസിനും എല്ലാം പറ്റുന്ന ഐറ്റം ആണ്. നല്ല പ്ലേറ്റിങ്ങും കൂടിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത്. ഈ ഒരു ഓപ്പൺ ബാങ്കിൽ കൊണ്ടുവന്നപ്പോൾ ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അതിൻ്റെ ഈ വളയുടെ മോഡലും കൂടിയാണ്, അതുകൂടാതെ ട്രെൻഡിങ് ആയിട്ടുള്ള നല്ല ഡിസൈനും കൂടി റൂബി സ്റ്റോണും കൂടി അതിൽ വരുന്നതുകൊണ്ട് ഒത്തിരി കസ്റ്റമേഴ്സ് എന്നോട് ചോദിച്ചിരുന്നേ. അപ്പോൾ അവർക്ക് വേണ്ടി വീണ്ടും റീസ്റ്റോക്കി കൊണ്ടുവന്നിരിക്കണം. അപ്പോൾ അന്ന് കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പർച്ചേസ് ചെയ്തോളാം. വളയായിട്ടും കിടന്നോളും, അതുകൂടാതെ നല്ല ട്രെൻഡിങ് ആൻഡ് ഫാഷനായിട്ടും കൈ കിടന്നോളും. അപ്പോൾ ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ഇത് സെന്റർ ഓപ്പൺ ആണ്. അപ്പം നമുക്ക് സൈസ് ഇഷ്യൂ വരില്ല. നമ്മൾ കയ്യിലൂടെ ഇടുമ്പോൾ അത് ഇങ്ങനെ വലിഞ്ഞോളും. അപ്പം നമുക്ക് സൈസ് ഇഷ്യൂ വരില്ല. 2.8 വരെയുള്ളവർക്ക് സുന്ദരമായിട്ട് ഇടാവുന്നതേ ഉള്ളൂ. അത്യാവശ്യം തന്നെ വണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വീതി ഉണ്ടോ, അത് ലൈറ്റ് ആയിട്ടുള്ള വീതിക്ക് നല്ല ഡിസൈനിലാണ്, ഗോൾഡിന്റെ കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പം അങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ, സെന്റർ ഓപ്പൺ ആണ്. കണ്ടില്ലേ, ഒത്തിരി ആ സ്റ്റാറിനെ ഹൈലൈറ്റ് ചെയ്യാൻ, റൂബിന്റെ സ്റ്റാർ മോഡലുള്ള കല്ലിനെ ഹൈലൈറ്റ് ചെയ്യാൻ ഒത്തിരി ഗോൾഡൻ ബോൾസും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. ഇനി അടുത്തത് വന്നിരിക്കുന്ന ഓപ്പൺ ബാഗിൽ ഫുൾ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയാണ് വരുന്നത്. ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ്. ഇത് ട്വിസ്റ്റ് ആൻഡ് ടേൺ ആണ് കേട്ടോ. ഇതേ ട്വിസ്റ്റ് ആൻഡ് ടേൺ ആയിട്ട് ഇടാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയാണ് ഡിസൈൻസ് ഒക്കെ വരുന്നത്. കണ്ടില്ലേ, ചുറ്റും പ്ലെയിൻ ആണ് കേട്ടോ വരുന്നത്. ഈ സൈഡിൽ മാത്രം ഡിസൈൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടവരെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, താങ്ക് യു. ഫ്രീ ഷിപ്പിംഗ് എടുക്കാൻ ആരും മറക്കരുത് കേട്ടോ.